എ അഡ്വാൻസ് ഫിലിം മേക്കിംഗ് കോഴ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ഇമേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സിനിമാറ്റിക് സ്റ്റൈൽ ഇമേജ് ലഭിക്കാൻ ഒരു പ്രോംപ്റ്റ് എങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒരു സിനിമാറ്റിക് സ്റ്റൈൽ ഇമേജ് നിർമ്മിക്കാൻ പ്രോംപ്റ്റിൽ പ്രധാനമായും വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും മെയിനായിട്ട് വേണ്ടത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ചിലപ്പോൾ നമ്മുടെ കഥാപാത്രമാകാം, അല്ലെങ്കിൽ നമ്മുടെ വിഷ്വൽസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം. അടുത്തത് ആക്ഷൻ. നമ്മുടെ സബ്ജക്റ്റ് ആകുന്ന കഥാപാത്രം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ സീനിലെ ഒരു ചലനമാണ് ആക്ഷനായിട്ട് വരുന്നത്. എൻവയോൺമെൻറ്റ്. നമ്മുടെ കഥാപാത്രം നിൽക്കുന്ന ഒരു പശ്ചാത്തലം വേണം. അടുത്തത് മൂഡ്. ലൈറ്റിംഗ് എങ്ങനെയായിരിക്കണം, ക്യാമറ ആംഗിളുകൾ എങ്ങനെയായിരിക്കണം. ഇതൊക്കെയാണ് മിനിമം ഒരു നല്ല സിനിമാറ്റിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്നുകൂടി ചുരുക്കി പറയാം. സബ്ജക്റ്റ് നമ്മുടെ കഥാപാത്രം ആരാണ് അല്ലെങ്കിൽ എന്താണ്. ആക്ഷൻ നമ്മുടെ സബ്ജക്റ്റ് ആകുന്ന കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നത്. എൻവയോൺമെൻറ്റ് ഈ കഥാപാത്രം എവിടെയാണ് ഉള്ളത്, അതായത് നമ്മുടെ കഥാപാത്രം ഉള്ള ആ ഒരു പശ്ചാത്തലം. മൂഡ് കാണുന്നവർക്ക് എങ്ങനെയുള്ള അനുഭവം നൽകുന്നു എന്നത്. ലൈറ്റിംഗ് സബ്ജക്റ്റിലേക്കുള്ള വെളിച്ചം എങ്ങനെ, എവിടെ നിന്ന്, ഏത് രീതിയിലാണ് എന്നത് അറിയിക്കുന്നു. ക്യാമറ ആംഗിൾ സബ്ജക്റ്റിലേക്കുള്ള വ്യൂ ഏത് രീതിയിലാണ് എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ഇമേജ് ജനറേറ്റ് ആക്കിയപ്പോൾ എനിക്ക് ഫൈനലായി കിട്ടിയ ഒരു സിനിമാറ്റിക് ഇമേജാണ് വലതു ഭാഗത്ത് കാണുന്ന ആ ഒരു ചിത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ശരാശരി സിനിമാറ്റിക് ഇമേജ് നിർമ്മിക്കാൻ പ്രോംപ്റ്റിൽ നൽകേണ്ട ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്തതിന് ശേഷം മാത്രമേ അതൊരു പ്രോംപ്റ്റ് ആയിട്ട് എഴുതി കൊടുത്ത് സിനിമാറ്റിക് സ്റ്റൈലിലായിട്ടുള്ള ഒരു ചിത്രം നിർമ്മിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിമ്പിളായി നൽകിയ പ്രോംപ്റ്റിൽ ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി കുറച്ചുകൂടി വിശദമായ പ്രോംപ്റ്റ് നൽകി ഒരു ചിത്രം നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കൊടുത്ത ആ ഒരു സിമ്പിൾ പ്രോംപ്റ്റിനേക്കാളും കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ചുകൂടി എക്സ്ട്രാ കമാൻഡുകൾ ഉൾപ്പെടുത്തി ആ പ്രോംപ്റ്റ് ഒന്ന് വിശദമായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് എന്താണ് ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ കൊടുത്ത ആ ഒരു സിമ്പിൾ പ്രോംപ്റ്റ് ഇവിടെ എഴുതി കൊടുത്തു. ഒരു സുന്ദരിയായ മലയാളി യുവതി ഒരു പൂച്ചക്കുട്ടിയോടൊപ്പം ഇരിക്കുന്നു. ഇതാണല്ലോ കഴിഞ്ഞ ആ വീഡിയോയിൽ കൊടുത്ത പ്രോംപ്റ്റ്. ഇനി അതിൻ്റെ കൂടെ ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് എഴുതി കൊടുക്കുകയാണ്. അവളുടെ വസ്ത്രം നീല ടീഷർട്ടും ബ്ലാക്ക് ജീൻസ് പാൻറ്റും. മോഡേൺ രീതിയിൽ വെട്ടിയിട്ടിരിക്കുന്ന മുടി. അവളുടെ കൈവിരലുകളിലെ നഖത്തിൽ ചുവന്ന നിറത്തിലുള്ള നെയിൽ പോളിഷ് ചെയ്തിട്ടുണ്ട്. മതപരമായ ചിഹ്നങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്ര ഡിസൈനുകൾ എന്നിവ ഒഴിവാക്കുക. സ്വർണ്ണാഭരണങ്ങൾ ഒഴിവാക്കുക. ഇത് നെഗറ്റീവ് പ്രോംപ്റ്റുകളാണ്. അതായത് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എയോട് നമ്മൾ നിർദ്ദേശിക്കാത്ത പല കാര്യങ്ങൾ കൂടി നമുക്ക് നൽകുന്ന ആ ഒരു ചിത്രത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇന്നാലിന കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമുക്ക് എയോട് വേണ്ട എന്ന് പ്രത്യേകമായിട്ട് പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഓക്കെ. മതപരമായിട്ടുള്ള ചിഹ്നങ്ങളോ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്ര ഡിസൈനുകളും അതുപോലെ സ്വർണ്ണാഭരണങ്ങളൊന്നും എനിക്ക് ഈ ഒരു ചിത്രത്തിൽ വേണ്ട. അത് ഞാനവിടെ എഴുതി കൊടുത്തു. ഇനി അടുത്തത് ആക്ഷൻ. നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ ആക്ഷൻ എന്നത് ഇവിടെ അവൾ പൂച്ചക്കുട്ടിയെ എടുത്തുയർത്തി ഉമ്മ വെക്കുന്നു. ഇതാണ് നമ്മുടെ കഥാപാത്രം ചെയ്യുന്ന ആക്ഷൻ. അടുത്തത് പശ്ചാത്തലം. മോഡേൺ രീതിയിൽ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂം. വുഡൻ ടേബിളിൽ ഒരു മനോഹരമായ ഫ്ലവർ ബേസ് ഉണ്ട്. ഭിത്തിയിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള കുറച്ച് മോഡേൺ പെയിൻറ്റിങ്ങുകളുണ്ട്. ഒരു ജനലിലൂടെ നീല നിറമുള്ള നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരുന്നു. ജനലിലൂടെ ദൂരെയുള്ള ഒരു തടാകം കാണാം. തടാകത്തിൽ ഒരാൾ വള്ളം തുഴഞ്ഞു പോകുന്നു. മതപരമായ വസ്തുക്കൾ ഒഴിവാക്കുക എന്ന് അവിടെയും ഒരു നെഗറ്റീവ് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് പശ്ചാത്തലമായിട്ട് ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. അടുത്തത് മൂഡ്.
തെളിഞ്ഞ അന്തരീക്ഷം, ഹാപ്പി റൊമാൻറ്റിക് മൂഡ്, ഡസ്റ്റി അറ്റ്മോസ്ഫിയർ ഒഴിവാക്കുക. അപ്പോൾ ഇതും ഇവിടെ ഞാൻ കൊടുക്കുന്ന നെഗറ്റീവ് പ്രോംപ്റ്റ് ആണ്. എന്താണ് ഡസ്റ്റി അറ്റ്മോസ്ഫിയർ എന്നൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അടുത്തത് ലൈറ്റിംഗ്. ജനലിലൂടെ വരുന്ന പ്രകാശം അവളുടെ മുടിയിൽ ചെറിയ രീതിയിൽ റിം ലൈറ്റ് ഉണ്ടാക്കുന്നു. റിം ലൈറ്റിനെ കുറിച്ചും നമുക്ക് പിന്നീട് പഠിക്കാം. കൂൾ സിനിമാറ്റിക് ലൈറ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് ലൈറ്റിങ്ങിൽ എഴുതി കൊടുത്തത്. ഇനി ക്യാമറ, വൈഡ് ഫ്രെയിം, ലീഡിംഗ് ലൈൻസ്, തേർഡ്സ് റൂൾ കോമ്പോസിഷൻ. ബൊക്കെ എഫക്റ്റ് വേണ്ട. ബൊക്കെ എഫക്റ്റ് വേണ്ട എന്ന് ഞാനിവിടെ നെഗറ്റീവ് പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ബൊക്കെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ മാത്രം ഫോക്കസ് ആവുകയും ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി പോകുന്ന ഒരു രീതിയാണ് ബൊക്കെ എഫക്റ്റ്. അപ്പോൾ എനിക്കിവിടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ കഥാപാത്രവും രണ്ടും ക്ലിയറായി തന്നെ കാണണം. അതിനാണ് ഞാൻ ബൊക്കെ എഫക്റ്റ് വേണ്ട എന്ന് ആ ഒരു നെഗറ്റീവ് പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ കോമ്പോസിഷനിൽ ഡെപ്ത് നിർമ്മിക്കുക എന്നുകൂടി ഞാൻ എഴുതി കൊടുത്തു. അടുത്തത് ക്വാളിറ്റി ആൻഡ് സ്റ്റൈല്. സിനിമാറ്റിക് റിയലിസ്റ്റിക് സ്റ്റൈല്, 8K അൾട്രാ റിയലിസം. പിന്നെ കളർ ഗ്രേഡിംഗ്, ഹോളിവുഡ് കളർ ടോൺ. ഹോളിവുഡ് കളർ ടോൺ എന്നൊക്കെ നമുക്ക് ഒരു സിനിമാറ്റിക് സ്റ്റൈൽ ഇമേജ് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്, കളർ ഗ്രേഡിംഗ് ഒക്കെ. അപ്പോൾ എന്താണ് കളർ ഗ്രേഡിംഗ്, അതുപോലെ തന്നെ കളർ സയൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഹോളിവുഡ് കളർ ടോൺ എന്ന് ഞാനിവിടെ എഴുതി കൊടുത്തു. പിന്നെ എൻ്റെ കൂടെ കുറച്ച് നെഗറ്റീവ് പ്രോംപ്റ്റ് കൂടി കൊടുക്കുകയാണ്. ഇന്ത്യൻ കളർ ടോൺ ഒഴിവാക്കുക, സേപ്പിയ ടിൻറ്റ് ഒഴിവാക്കുക, യെല്ലോയിഷ് ടോൺ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ പ്രോംപ്റ്റിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം സബ്ജക്റ്റ് വിശദമായിട്ട് എഴുതി കൊടുത്തു. നമ്മുടെ വിഷ്വൽസിൽ ഒരു ആക്ഷൻ നൽകി, പശ്ചാത്തലം വിവരിച്ചു കൊടുത്തു, അതുപോലെ മൂഡ്, ലൈറ്റിംഗ് നൽകി, ക്യാമറ പ്രോപ്പർട്ടീസ് നൽകി, അതുപോലെ ക്വാളിറ്റി, സ്റ്റൈല്, കളർ ഗ്രേഡിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രോംപ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ആ പ്രോംപ്റ്റ് വെച്ച് നമുക്കൊന്ന് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നോക്കിയാൽ നമ്മൾ കൊടുത്തതുപോലെ തന്നെ സുന്ദരിയായിട്ടുള്ള ഒരു മലയാളി യുവതിയെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ബ്ലൂ ടീഷർട്ടും ബ്ലാക്ക് ജീൻസ് പാൻറ്റുമാണ് അവളുടെ വസ്ത്രം. ഒരു പൂച്ചക്കുട്ടിയെ ഉമ്മ വെക്കുന്ന ഒരു ആക്ഷനും നൽകിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കൊടുത്തതുപോലെ എല്ലാം നൽകിയിട്ടുണ്ട്. മോഡേൺ രീതിയിൽ ഫർണിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു മോഡേൺ റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വാളിലൊക്കെ മോഡേൺ രീതിയിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങുകൾ കാണാം. വുഡൻ ടേബിൾ കാണാം. ടേബിളിൻ്റെ മുകളിൽ മനോഹരമായിട്ടുള്ളൊരു ഫ്ലവർ ബേസ് കാണാം. അതുപോലെ ഒരു ജനാല കാണാം. ജനാലിൻ്റെ പുറം ഭാഗത്ത് ഒരു തടാകം കാണാം. തടാകത്തിൽ ഒരാൾ വള്ളം തുഴഞ്ഞു പോകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അതേ കണക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ചിത്രം എത്രത്തോളം മനോഹരമായിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ട് ഫ്ലോയിലും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. ഞാനിവിടെ 2 ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ഇമേജ് രണ്ടും ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നേരത്തെ ജെമിനി നൽകിയത് പെൺകുട്ടി നിന്നുകൊണ്ട് പൂച്ചക്കുട്ടി ഉമ്മ വെക്കുന്നതാണ്. ഇവിടെ സോഫ സെറ്റിൽ ഇരുന്നു കൊണ്ട് പൂച്ചക്കുട്ടി ഉമ്മ വെക്കുന്ന ഒരു ആക്ഷനാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് ജെമിനി നൽകിയിട്ടുള്ളത് പോലെ തന്നെ ഏകദേശം ആ ഒരു മോഡേൺ രീതിയിലുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് ഇമേജ് തന്നെയാണ് ഫ്ലോയും നൽകിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ വേഷവും അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തലങ്ങളും എല്ലാം ഏകദേശം നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റ് ചെയ്ത ചിത്രവുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും വ്യത്യാസത്തിലാണ് നമുക്ക് ഈ ഒരു ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സിനിമാറ്റിക് ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോംപ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേർഡ്സ് റൂള്, കളർ ടോൺ, ലീഡിംഗ് ലൈൻസ്, അങ്ങനെ
പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു പ്രോംപ്റ്റിൽ നൽകിയത് കൊണ്ടാണ് വളരെ നല്ലൊരു സിനിമാറ്റിക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. എങ്കിലും ഇതിനെക്കുറിച്ചൊരു ചുരുങ്ങിയ രൂപം ഞാൻ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ആ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ വിവരണം നൽകിയേക്കാം. വിശദമായിട്ട് നമുക്ക് പിന്നീട് ഓരോ വീഡിയോകളിലായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോംപ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ ഒന്ന് നിർമ്മിച്ച് പരിശീലിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആവും എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ പരമാവധി ഷോർട്ടാക്കിയിട്ട് പറഞ്ഞത്. അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കാണുക. ഈ പറഞ്ഞ രീതിയിലെല്ലാം നിങ്ങൾ പ്രോംപ്റ്റ് കൊടുത്ത് പരിശീലിച്ച് നോക്കുക. ഓരോ ഇമേജുകൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് നോക്കുക.